ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മീ അനദർ വീഡിയോ. ഇന്നൊരു ലോങ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇടിച്ചക്ക ഫ്രൈ ആണ്. അതിനുവേണ്ടി പരുവ് എത്താത്തൊരു ചക്ക എടുക്കുന്നുണ്ട്. ഇത് വിളഞ്ഞൊന്നുമില്ല, കുട്ടി ചക്കയാണ്. ഇതിനെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ദെൻ ചെറിയ കഷ്ണമൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഒരു സൈസിനാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരെ ഇത് കുക്കറിലോട്ട് തട്ടുന്നുണ്ട്. എന്നിട്ട് ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെ പൊടികളായിട്ടും എല്ലാം ചേർക്കുന്നുണ്ട്. പൊടികളൊക്കെ എൻ്റെ ഏകദേശ കണക്കാണ്. ഞാൻ കുറച്ച് ചെറിയൊരു അളവിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത്. അതാണ് എൻ്റെ ഒരു ശീലം. എന്നിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കുന്നുണ്ട്. തിരുമ്മി വെച്ചിട്ട് നേരെ കുറച്ച് വെള്ളം വീത്തി അടുപ്പിൽ വെക്കുന്നതാണ്. കുറേ നാളായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്. ലോങ് വീഡിയോ ഇടുമ്പോഴാണ് ഇങ്ങനെ നന്നായിട്ട് സംസാരിച്ച് വീഡിയോ ഇടാൻ പറ്റുന്നത്. അത് ഷോർട്സ് വീഡിയോ ആകുമ്പോൾ 1 മിനിറ്റിൽ ഞാൻ ശ്വാസം പിടിച്ചാണ് ഞാൻ വീഡിയോ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത്. അങ്ങനെ അത് കുക്കറിലോട്ട് ഒരു വിസിൽ കേൾപ്പിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി അരിഞ്ഞ് അത് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഞാൻ ഇത് മെയിനായിട്ട് ഷോർട്സ് ഇടാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത്. അതാണ് വീഡിയോയുടെ ആംഗിളിന് ചെറിയൊരു അപര്യാപ്തത, അതൊന്ന് സ്കിപ്പ് ചെയ്യണം. പിന്നെ കുറച്ചല്ല, ഒരു പച്ചമുളക് ചെറുതായിട്ട് രണ്ടായിട്ട് പൊളന്നത്, കുറച്ച് കറിവേപ്പില, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അത് ചതച്ചാണ് ചേർക്കുന്നത്. അത് പേസ്റ്റ് ആക്കിയാൽ അതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് നഷ്ടപ്പെടും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഏകയും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റേജൊക്കെ എത്തിയപ്പോൾ എന്തോ ഒരു നോൺ വെജ് ഉണ്ടാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ചക്ക ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഒരു 98% വെന്ത് കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എടുത്ത് മസാലയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എഗെയിൻ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് ചെറിയൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഞാൻ കുറച്ച് വെള്ളം വീത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം എന്ന് പറയുമ്പം അത് കുറച്ച് കൂടിപ്പോയി. ഇത്ര വേണ്ടിയിരുന്ന് ആക്ച്വലി വെള്ളത്തിൻ്റെ തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ചതച്ച കുരുമുളകും കൂടെ തട്ടി കൊടുക്കുന്നുണ്ട്, ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഈ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടിച്ചക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇല്ല, മറ്റേ കുത്തുപൊറോട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. കഴിക്കാൻ വേണ്ടി കുറച്ച് പരിപ്പ്, കുറച്ച് ഇടിച്ചക്ക, പിന്നെ കുറച്ച് അച്ചാറുമാണ് എടുത്തിട്ടുള്ളത്. അച്ചാർ പുളിഞ്ചിക്ക അച്ചാറാണ്. ഈ പുളിഞ്ചിക്ക അച്ചാർ ഇടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ അച്ചാറുകളൊക്കെ ഇരിക്കും തോറും ആണല്ലോ അതിൻ്റെ ടേസ്റ്റും ലുക്കൊക്കെ കാണാൻ സൂപ്പറായി വരുന്ന. പിന്നെ നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഇടിച്ചക്കയുടെ പറയുകയാണല്ലോ. കാരണം എന്താണ്, ഈ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നമ്മൾ കഴിക്കുമ്പോൾ ഈ ചക്കയാണ് കഴിക്കുന്നതെന്ന് അങ്ങനത്തെ ഒരു ഫീലേ വരത്തില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വേറെ നല്ല കണ്ടൻറ്റ് ആയിട്ടൊക്കെ കാണാം. അപ്പോൾ സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.